ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രീഡം മൂവ്മെന്റ് HSAയുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീഡം മൂവ്മെന്റിന്റെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗോൾഡൻ ടോപ്പിക്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ ഒരു ക്വസ്റ്റ്യൻ PYQ ഡിസ്കഷനിലൂടെ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ചോദ്യം: ഇൻ വിച്ച് ഇയർ ദ ലക്നൗ പാക്ട് ബിറ്റ്വീൻ കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് സൈൻഡ്? മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ലക്നൗ പാക്ട് ഏത് വർഷമാണ് സൈൻ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1918, 20, 16, 14. എന്താണ് ഉത്തരം? 1916 ആണ്. 1916 ലക്നൗ പാക്റ്റിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ എഗ്രിമെന്റിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ 1914 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിൽ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന ടൈമാണ് അല്ലെ. ഈ സമയത്തെ വൈസ്രോയ് എന്ന് പറയുന്നത് ചെംസ്ഫോർഡ് ആയിരുന്നു. ചെംസ്ഫോർഡ്. അപ്പോൾ അദ്ദേഹം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിഷ്കാരങ്ങൾക്കായിട്ട് ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അതേ തുടർന്ന് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും തമ്മിൽ ഒരു എഗ്രിമെന്റ് എത്തുകയും കുറെ തീരുമാനങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ ഇതിന് മുൻകൈ എടുത്ത മുഹമ്മദ് അലി ജിന്നയായിരുന്നു. അപ്പോൾ ഈ ഒരു പേരിൽ തന്നെ ഈ ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ അംബാസിഡർ എന്ന ആ ഒരു വിശേഷണം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു വിശേഷണം അദ്ദേഹത്തിന് കൊടുത്തത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സരോജിനി നായിഡു ആണ്. അപ്പോൾ ആ കാര്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ് അല്ലെ. അതുപോലെ സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഫൗണ്ടർ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഓപ്ഷനിൽ ബാലഗംഗാധർ തിലക്, ഗാന്ധിജി, ഗോപാലകൃഷ്ണ ഗോഖലെ, അതുപോലെ രാജാറാം മോഹൻ റായ്. അപ്പോൾ എന്താണ് ഇതിന്റെ ഉത്തരം? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മിതവാദികളുടെ നേതാവായിരുന്നു അല്ലെ. മോഡറേറ്റ്സ് സെക്ഷൻ, നമ്മുടെ INCക്ക് 2 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത് അല്ലെ, 2 ഗ്രൂപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്, മോഡറേറ്റ്സും അതുപോലെ എക്സ്ട്രീമിസ്റ്റും. അപ്പോൾ മോഡറേറ്റ് ഗ്രൂപ്പുകളുടെ നേതാവായിട്ട് അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. പിന്നെ 1905 ബനാറസിൽ വെച്ച് നടന്നിട്ടുള്ള INC സെക്ഷനിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു പത്രമുണ്ട്, നേഷൻ എന്ന പേരിൽ ഒരു പത്രവും അദ്ദേഹം അച്ചടിച്ചിറക്കുന്നുണ്ടായിരുന്നു, നേഷൻ എന്ന പേരിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഗോപാലകൃഷ്ണ ഗോഖലെയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം: ഫസ്റ്റ് ഗവർണർ ജനറൽ ടു ബി ആൻ ഇന്ത്യൻ? ഗവർണർ ജനറലായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് C. രാജഗോപാലാചാരിയാണ്. അപ്പോൾ അവസാനത്തെ വൈസ്രോയ് ആയിട്ട് വരുന്നത് മൗണ്ട് ബാറ്റൺ ആണ്. ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ മൗണ്ട് ബാറ്റൺ. അപ്പോൾ ഈ മൗണ്ട് ബാറ്റൺ മാറിയതിനു ശേഷമാണ് C. രാജഗോപാലാചാരി ഗവർണർ ജനറൽ ആയിട്ട് വരുന്നത്. ഒരേ ഒരു ഇന്ത്യക്കാരൻ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളൂ, അത് C. രാജഗോപാലാചാരിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഗവർണർ ജനറൽ വൈസ്രോയ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഗവർണർ ഓഫ് ബംഗാൾ ആയിട്ട് വന്നത് ആരായിരുന്നു? ആദ്യം വന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ആദ്യത്തെ ഗവർണർ ഓഫ് ബംഗാൾ ആയിട്ട് വന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ്. അതിനുശേഷം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പേരിലേക്ക് ആ ഒരു പദവി മാറ്റുകയുണ്ടായി. അങ്ങനെ ആദ്യമായിട്ട് വന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് വാറൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. വാറൻ ഹാസ്റ്റിങ്സ്. അതിനുശേഷം ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പേര് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറ്റുകയുണ്ടായി. അങ്ങനെ വന്ന ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു ആര്? വില്യം ബെന്റിക്. വില്യം ബെന്റിക്. ഓക്കെ, അങ്ങനെ ഇതിനും ശേഷം 1858 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് വൈസ്രോയ് എന്ന പേരിലേക്ക് ഈ സ്ഥാനപ്പേരിനെ പിന്നെയും മാറ്റുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ക്യൂണിന്റെ കീഴിലേക്ക് ഇത്
മാറുകയുണ്ടായി. അങ്ങനെ വന്ന ആദ്യത്തെ വൈസ്രോയി ആണ് ലോർഡ് കാനിങ് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യം ജസ്റ്റ് നമ്മളൊന്ന് ഓർത്തിരിക്കുക. റോബർട്ട് ക്ലൈവ് ആയിരുന്നു ഗവർണർ ഓഫ് ബംഗാൾ ആയിട്ട് ആദ്യം വന്നത്. പിന്നെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് വാറൻ ഹാസ്റ്റിങ്സ്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് വില്യം ബെന്റിക്, അതുപോലെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ലോർഡ് കാനിങ്. ഓക്കെ, അടുത്തതായിട്ടുള്ള ചോദ്യം, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓപ്ഷനായിട്ട് അലക്സാണ്ടർ കണ്ണിഹാം, കാനിങ്, വില്യം ജോൺസ്, ഡെൽഹൌസി, ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്ന ആരാണ്? വില്യം ജോൺസ്. വില്യം ജോൺസ് ആണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വർഷം കൂടെ നമ്മൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. 1784 വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, വിച്ച് പാർട്ടി വാസ് ഫൗണ്ടഡ് ബൈ സുഭാഷ് ചന്ദ്രബോസ് ഇൻ ദ ഇയർ 1939 ആഫ്റ്റർ ബ്രോക്ക് അവേ ഫ്രം കോൺഗ്രസ്? അപ്പോൾ 1939 കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞു പോയതിനു ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപം കൊടുത്ത സംഘടനയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ ഫ്രീഡം പാർട്ടി, ആസാദ് ഹിന്ദ് ഫൗജ്, റവല്യൂഷണറി ഫ്രണ്ട്, ഫോർവേഡ് ബ്ലോക്ക്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1897 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 2 വർഷങ്ങളിൽ INCയുടെ പ്രസിഡന്റായിട്ട് വന്നിട്ടുണ്ട്. 1938 ഹരിപുര സമ്മേളനത്തിൽ അദ്ദേഹം പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ 1939 ഗാന്ധിജിയുടെ സഹായത്തോടു കൂടി മത്സരിച്ച പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1939 അദ്ദേഹം INC പ്രസിഡന്റായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇതിനുശേഷം 1939 ശേഷമാണ് കോൺഗ്രസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു സംഘടന ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുപോലെ അദ്ദേഹം ഓർലാൻഡ മസാട്ട എന്ന പേരിൽ ജർമ്മനിയിലേക്ക് കടക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓർലാൻഡ മസാട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്ന ചോദ്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമുക്കറിയാം, എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന ഫേമസ് ആയിട്ടുള്ള ആ ഒരു വേർഡിങ്സ് ഒക്കെ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 1939 ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഘടന സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, വിച്ച് പോർട്ട്ഫോളിയോ വാസ് ഹെൽഡ് ബൈ രാജേന്ദ്ര പ്രസാദ് ഇൻ ദ ഇൻട്രീം ഗവൺമെന്റ് ഫോംഡ് ഇൻ ദ ഇയർ 1946? 1946 രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം ബ്രിട്ടന്റെ അവസ്ഥ ഇച്ചിരി മോശമായിരുന്നു. ആ ഒരു സമയത്താണ് ഒരു ഇൻട്രീം ഗവൺമെന്റ്, ഇന്ത്യൻ പ്രാതിനിധ്യത്തോടു കൂടി ഒരു ഇൻട്രീം ഗവൺമെന്റ്, ഒരു താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിക്കുന്നത്. ആ ഗവൺമെന്റിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് വഹിച്ച വകുപ്പ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഓപ്ഷനായിട്ട് ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ, നൺ ഓഫ് ദ അബോവ്, 3 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, 1946 വന്ന ഇൻട്രീം ഗവൺമെന്റ്, താൽക്കാലിക ഗവൺമെന്റിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ വകുപ്പാണ് ആര് വഹിച്ചിരുന്നത്? രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്നത്. അതുപോലെ ഹോം അഫയേഴ്സ്, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, ഇതൊക്കെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കീഴിലുള്ള വകുപ്പുകളായിരുന്നു. ഡിഫൻസ് ബൽദേവ് സിംഗ് ആയിരുന്നു. അങ്ങനെ കുറെ ആളുകൾ ഇതിന്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ രാജേന്ദ്ര പ്രസാദിന്റെ വകുപ്പ് ഓർത്തിരിക്കുക, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഡ്യൂറിംഗ് ഫ്രീഡം സ്ട്രഗിൾ അരുണ അസഫ് അലി വാസ് ദ വുമൺ ഓർഗനൈസർ ഓഫ് അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഇൻ? അപ്പോൾ ഏത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ് അരുണ ആസിഫ് അലി ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷനായിട്ട് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, സ്വദേശി മൂവ്മെന്റ്. അപ്പോൾ എന്താണ് ഉത്തരം? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന പേരിൽ തന്നെയാണ് അരുണ ആസിഫ് അലി അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പേരിലും അദ്ദേഹം ആരറിയപ്പെടുന്നുണ്ട്? അരുണ ആസിഫ് അലി അറിയപ്പെടുന്നു. ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് അറിയപ്പെടുന്നതും അരുണ ആസിഫ് അലിയാണ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഗോവാലിയ ടാങ്ക് മൈതാനത്താണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. അന്ന് ദേശീയ പതാക ഉയർത്തിയതൊക്കെ ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അരുണ ആസിഫ് അലിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക,
അരുണ അസഫലി ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഫോർ ദ കറാച്ചി സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1931 who drafted the resolution on fundamental rights and economic program? ഫണ്ടമെന്റൽ റൈറ്റ്സും അതുപോലെ എക്കണോമിക് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ആ ഒരു റെസൊല്യൂഷന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനായിട്ട് മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ എന്നീ ഓപ്ഷൻസ് ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തത്. പക്ഷേ ഈ 1931 കറാച്ചി സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അപ്പോൾ ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടന്നത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിലെ INC പ്രസിഡന്റ് വല്ലഭായ് പട്ടേൽ ആയിരുന്നുവെങ്കിലും അതിന്റെ കരട് തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇത്തരം ക്വസ്റ്റ്യൻസ് ഉത്തരം എഴുതാൻ. അപ്പോൾ 1931 കറാച്ചി സമ്മേളനത്തിലെ INC പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരിക്കും. എന്നാൽ ഇതിന്റെ കരട് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ദ കോൺഗ്രസ് മിനിസ്ട്രീസ് റിസൈൻഡ് ഇൻ ദ 7 പ്രൊവിൻസസ് ഇൻ 1939 ബിക്കോസ്. അപ്പോൾ 1937 കാലഘട്ടത്തിൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ്, ഒരു പ്രൊവിൻഷ്യൽ ഇലക്ഷൻ നടന്ന കാര്യം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് എന്തിനായിരുന്നു? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ് നടത്താൻ തീരുമാനിച്ചിരുന്നു. അതേ തുടർന്ന് 1936, 37 കാലഘട്ടങ്ങളിൽ ഈ ഇലക്ഷനൊക്കെ നടത്തി 7 കോൺസ്റ്റിറ്റ്യുവൻസികളിലും 7 പ്രൊവിൻസുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയത്തിലേക്ക് വരികയുണ്ടായി. എന്നാൽ 1939 ആയപ്പോഴത്തേക്കും കോൺഗ്രസ് മിനിസ്ട്രികളെല്ലാം ഈ സ്ഥാനം രാജിവെക്കുകയുണ്ടായി. അതിന്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ദ കോൺഗ്രസ് കുഡ് നോട്ട് ഫോം മിനിസ്ട്രീസ് ഇൻ ദ അതർ 4 provinces. മൊത്തം 11 പ്രൊവിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 7 INC അധികാരത്തിൽ വന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ദ കോൺഗ്രസ് കുഡ് നോട്ട് ഫോം മിനിസ്ട്രീസ് ഇൻ ദ അതർ 4 provinces. ബാക്കി 4 പ്രൊവിൻസുകളിൽ കോൺഗ്രസിന് മിനിസ്ട്രികൾ രൂപീകരിക്കാൻ സാധിച്ചില്ല എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അടുത്ത, എമർജൻസ് ഓഫ് എ ലെഫ്റ്റ് വിങ് ഇൻ ദ കോൺഗ്രസ് മെയ്ഡ് ദ വർക്കിംഗ് ഓഫ് മിനിസ്ട്രീസ് ഇമ്പോസിബിൾ. അതുപോലെ there were widespread communal disturbance in the provinces. അതുപോലെ നാലാമത്തെ ഓപ്ഷൻ, ലോർഡ് ലിൻലിത്ഗോസ് ആക്ഷൻ that declared India to be a belligerent in Second World War without consulting the Indian people. അപ്പോൾ 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ അല്ല ഇതിന് കാരണം, രണ്ടാമത്തെ ഓപ്ഷനും അല്ല ഇതിന് കാരണം, മൂന്നാമത്തെ ഓപ്ഷനും അല്ല. അപ്പോൾ ഇതിന്റെ കാരണമെന്ന് പറയുന്നത് എന്താണ്? ലോർഡ് ലിൻലിത്ഗോസ് ആക്ഷൻ that declared India to be a belligerent in Second World War without consulting Indian people. അപ്പോൾ ഇന്ത്യക്കാരോട് ചോദിക്കാതെ തന്നെ 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ ഒരു പാർട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി ആര്? ബ്രിട്ടൻ. അപ്പോൾ ഇതേ തുടർന്നാണ് 1939 പ്രൊവിൻസുകളിലെ ആ ഒരു സ്ഥാനം INC മിനിസ്ട്രി രാജിവെക്കുകയുണ്ടായത്. ഓക്കെ, അപ്പോൾ ആ കാരണം നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞ 3 റീസൺസ് അല്ല ഇതിന് കാരണം. ഇതിന് കാരണം എന്ന് പറയുന്നത് ബ്രിട്ടൻ ഇന്ത്യക്കാരോട് ആവശ്യപ്പെടാതെ തന്നെ ഇന്ത്യയെ ബ്രിട്ടന്റെ ഒരു പങ്കാളിയായിട്ട് 2ാം ലോക മഹായുദ്ധത്തിൽ പ്രഖ്യാപനം നടത്തിയതിനെ തുടർന്നാണ് 1939 ആ പ്രൊവിൻസുകളിൽ ഭരണം ലഭിച്ച INC മിനിസ്ട്രികൾ രാജി സമർപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ആ കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഹു വാസ് ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ വെൻ ദ റൗലറ്റ് ആക്ട് വാസ് പാസ്ഡ്? റൗലറ്റ് ആക്ട് പാസ്സാക്കിയ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഈ റൗലറ്റ് ആക്ട് പാസ്സാക്കിയതിനെ തുടർന്നാണ് ഈ ജാലിയൻ വാലാബാഗ് ആ സമ്മേളനം നടക്കുന്നു. അവിടെ വെച്ച് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടക്കുന്നു അല്ലേ? അപ്പോൾ ഈ സമയത്തെ വൈസ്രോയ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരമായിട്ട് നമുക്ക് വരുന്നത് ലോർഡ് ചെംസ്ഫോർഡ് ആണ്. ലോർഡ് ചെംസ്ഫോർഡ് ആണ് ഈ സമയത്ത് വൈസ്രോയ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ റൗലറ്റ് ആക്ട് എന്തായിരുന്നു? വിചാരണ കൂടാതെ ഇന്ത്യക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു അധികാരം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന ഒരു റൂളായിരുന്നു റൗലറ്റ് ആക്ട്. അപ്പോൾ ഇതേ തുടർന്നാണ് ജാലിയൻ വാലാബാഗ് സംഭവമൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഹു സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ ന്യൂ ഇന്ത്യ? ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ഫൗണ്ട് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ, ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, രാജാറാം മോഹൻ റായ്, ആനി ബസന്റ്. അപ്പോൾ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ആനി ബസന്റ് ആയിരിക്കും. ഓക്കെ,
അതുപോലെ കുറേ അധികം പത്രങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. അപ്പം കുറച്ച് പത്രങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. മൂക് നായക് ബഹിഷ്കൃത് ഭാരത്, ഈ 2 പത്രങ്ങളും BR അംബേദ്കറിൻ്റെയാണ് കേട്ടോ. ഏതൊക്കെയാണ്? മൂക് നായക് ബഹിഷ്കൃത് ഭാരത്, അതുപോലെ ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്, ഇപ്പം നമ്മൾ പറഞ്ഞ ന്യൂ ഇന്ത്യ, അതുപോലെ കോമൺവെൽത്ത്, ഈ 2 പത്രങ്ങൾ ആനി ബെസന്റിൻ്റെതാണ്. അതുപോലെ കേസരി മറാഠ, ഈ 2 പത്രങ്ങൾ ബാൽ ഗംഗാധർ തിലകിന്റെ പത്രങ്ങളാണ്. അതുപോലെ രസ്ത് ഗോഫ്താർ എന്ന പേരിലുള്ള പത്രം ദാദാഭായ് നവറോജിയുടേതാണ്. പിന്നെ യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇതൊക്കെ MK ഗാന്ധി. MK ഗാന്ധി എന്ന് പറഞ്ഞ ആരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓക്കെ, അപ്പോൾ യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇതൊക്കെ മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. അപ്പോൾ ഇതുപോലെ കുറേ അധികം പത്രങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പത്രങ്ങളും അതുപോലെ സ്ഥാപകരുടെ പേരുകളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, വിച്ച് വൈസ്രോയ് ഡിസ്ക്രൈബ്ഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആസ് എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ സമയത്ത് അതിനെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഏത് വൈസ്രോയ് ആണ് എന്നുള്ളതാണ് ചോദ്യം. മേയോ, ഡഫറിൻ, ഇർവിൻ കോൺവാലിസ്, ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഉത്തരം ആരാണ്? ഡഫറിൻ ആണ് കേട്ടോ, ഡഫറിൻ ആണ്. 1985 INC സ്ഥാപിതമായതെന്ന് നമുക്കറിയാം അല്ലേ. അതിന്റെ ഫൗണ്ടർ ആരാണ്? AO ഹ്യൂം. അതുപോലെ WC ബാനർജി ആയിരുന്നു INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, ഹു യൂസ്ഡ് ദ നെയിം പാകിസ്ഥാൻ ഫോർ ദ ഫസ്റ്റ് ടൈം? അല്ലെങ്കിൽ ഈ ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ചൗധരി റഹ്മത്ത് അലി, മുഹമ്മദ് ഇക്ബാൽ, മുഹമ്മദ് അലി ജിന്ന, ലിയാഖത്ത് അലി ഖാൻ, ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? ചൗധരി റഹ്മത്ത് അലി. അപ്പോൾ ഈ വ്യക്തിയാണ് ആദ്യമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം നടത്തുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്കും PAKSTAN, ഇത്രയുമായിരുന്നു ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ പറയുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നു എന്നുള്ളൂ. അപ്പോൾ P സ്റ്റാൻഡ്സ് ഫോർ പഞ്ചാബ്, പഞ്ചാബിന് സ്റ്റാൻഡ് ചെയ്യുന്ന വേർഡാണ് P. അതുപോലെ അഫ്ഗാനിസ്ഥാൻ, പിന്നെ K എന്ന് പറയുന്നത് കാശ്മീർ, കാശ്മീർ. അതുപോലെ I പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ളത് S, സിന്ധ് പ്രവിശ്യയിലെ പ്രദേശങ്ങളെയാണ് സിന്ധ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്ഥാൻ എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ പ്രദേശങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫോം ആണ്, ഈ ഒരു കാര്യങ്ങളാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടൈം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് ചൗധരി റഹ്മത്ത് അലി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ സ്റ്റാർട്ടഡ്? വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് ഏത് വർഷമാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏത് വർഷമാണ്? ഓപ്ഷനായിട്ട് നമുക്കുള്ളത് 1940, 41, 42, 43, ഇത്ര ഓപ്ഷൻസ് ആണുള്ളത്. 1940 to 41, 1940 ഇത് ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് വ്യക്തി സത്യാഗ്രഹത്തിന്, ഇൻഡിവിജ്വൽ സത്യാഗ്രഹത്തിന് നിയോഗിക്കപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവെയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ആരംഭിക്കുന്നത് 1940 കേട്ടോ, 1940 ആരംഭിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു വിച്ച് ആക്ട് കമ്മ്യൂണൽ റിസർവേഷൻ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം? കമ്മ്യൂണൽ റിസർവേഷൻ ആദ്യമായിട്ട് ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷനായിട്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909, റെഗുലേറ്റിംഗ് ആക്ട് 1773, മോണ്ടഗു ചെംസ്ഫോർഡ് റിഫോംസ് 1919, റെഗുലേറ്റിംഗ് ആക്ട് 1863, ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ആണ്. 1909 ഈ ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. കമ്മ്യൂണൽ റിസർവേഷൻ എന്ന ആ ഒരു ആശയം, കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ആ ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക എന്നുള്ളത് ഒരു എക്സാമിനെ സംബന്ധിച്ചോളം, ഏത് എക്സാം ആയിക്കോട്ടെ, പഴയ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിന് പുറമെ മറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അവൈലബിൾ ആയിരിക്കും, നെറ്റിലും അതുപോലെ മറ്റ് ബുക്കുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്തരം പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് അതേപോലെ തന്നെ ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ഇപ്പം പാറ്റേൺ ഒക്കെ മാറിയെന്ന് പലരും പറയുന്നുണ്ട്, എങ്കിലും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അത് ചോദിക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇത്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി അതിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് എല്ലാവരും
ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.